ഓക്കെ, ഇൻ്റഗ്രൽ പാർട്ട് 10 നമുക്ക് ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഏതായാലും നോക്കാം. ഒരു മിനിറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 3x+5 ഡിവൈഡ് ബൈ x³ മൈനസ് x² മൈനസ് x+1 dx കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ പോലെ ഉണ്ട്. ഇത് നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, എളുപ്പമല്ല, കുറച്ച് പണിയുണ്ട്. ഹിയർ ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഗിവൺ ഇൻ്റഗ്രൽ ക്യാൻ ബി ഫാക്ടറൈസ്ഡ്. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂ and be converted into product of linear factors and then apply partial fraction method ഓട് ഉപയോഗിക്കേണ്ടത്. കൺവേർട്ട് ദ ഗിവൺ ഇൻ്റഗ്രൽ ഇൻറ്റു സിമ്പിൾ ഫോം ആൻഡ് ദെൻ ഇൻ്റഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇത് ചെയ്യാം. ഇൻ്റഗ്രൽ 3x+5 ഡിവൈഡ് ബൈ x³ മൈനസ് x² മൈനസ് x+1 dx ഈക്വൽ ടു ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതി? x² മൈനസ് 1 ഇൻറ്റു x മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ എക്സ്പ്രഷൻ തന്നെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്ത് ഈ x² മൈനസ് 1 എങ്ങനെയുള്ളത്? a² മൈനസ് b². ആ 1² വണ്ണിനെ 1² എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ അതായത് x² മൈനസ് 1². അപ്പോൾ ഇത് a² മൈനസ് b² a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എന്താ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. പിന്നെ ഇവിടെ ഒരു x മൈനസ് 1 ഉണ്ട്. അപ്പോൾ ഇതാ ഈ x മൈനസ് 1 x മൈനസ് 1 ചെയ്യുന്ന സമയത്ത് x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വരും. പിന്നെന്താ അപ്പോൾ ഇൻ്റഗ്രൽ 3x+5 ഡിവൈഡ് ബൈ x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇൻറ്റു x+1. ഇനി എന്ത് ചെയ്ത് ഇതിനെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇതിന് ഓരോന്നും എ ബി സി എന്ന് പറയുന്ന ചില കോൺസ്റ്റൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3x+5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 ഇസ് ഈക്വൽ എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. നമ്മളിങ്ങനെയാണ് എന്ത് ചെയ്യുക, ഒരു ലീനിയർ പോളിനോമിയലിനെ ആ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് എഴുതുക. എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് പ്ലസ് സി ഡിവൈഡഡ് ബൈ x+1. അപ്പോൾ എന്തെങ്ങനെ കിട്ടിയല്ലോ സി ഡിവൈഡ് ബൈ x+1. ഇപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടല്ലത്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. ഇതാ അപ്പോൾ ഇവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്താണ് 3x+5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു x+1. അപ്പോൾ എന്താണ് എല്ലാ ടേമിലും ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താണ് ഇൻറ്റു x+1 എന്നുള്ളത് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലും മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലും മൾട്ടിപ്ലൈ ചെയ്ത് ഇതിലും മൾട്ടിപ്ലൈ ചെയ്ത് വീഡിയോ മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്താ ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇങ്ങനെ ക്യാൻസലായിപ്പോയി. ആക്ച്വലി ഇവിടെ ക്യാൻസലാന്ന് കാണിച്ചില്ല. ഇത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ കംപ്ലീറ്റ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമോ അത് ഇവിടെ തന്നെ ചെയ്യാൻ തോന്നുന്നു. ഇതിനെ കംപ്ലീറ്റ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 അല്ല x+1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും അതിനെ കൊണ്ട് ചെയ്യുക, ഇവിടെയും ഇൻറ്റു എന്താണ് ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരുടെയും എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ x+1 ഉണ്ട് കംപ്ലീറ്റ് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇതെന്തായി ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ x+1 ക്യാൻസലായിപ്പോയി. പിന്നെ ഇവിടെ ഈ ടേം മാത്രം ബാക്കിയായി. ഇനി ഇവിടെ എന്തായാലും ഇത് നമുക്ക് ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിനെ എന്ത് ചെയ്യുക എക്സ് മൈനസ് 1 x+1 എഴുതുക. കാരണം x² മൈനസ് 1² അല്ലേ a² മൈനസ് b² a പ്ലസ് ബി a മൈനസ് ബി എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു x+1 പിന്നെ ഇവിടെ ഒരു x+1. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക ഈ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 ഇതും ക്യാൻസൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെല്ലാം ബാക്കിയുള്ളത് x+1 x+1 ബാക്കിയുള്ളത്. അതപ്പോൾ അവർ എങ്ങനെ എഴുതിയിട്ടില്ലത് എടുപ്പിയത് ഇതാ. അപ്പോൾ ഇവിടെ എന്താണ് എക്സ് മൈനസ് 1 x+1 കാണുന്നത്. അതേപോലെ നമ്മളെ ബീൻ്റെത് എന്താണ് നോക്കുന്ന സമയത്ത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറും ഇവിടുത്തെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ക്യാൻസൽ. ഇപ്പോൾ ബി ഇൻറ്റു x+1 ബാക്കിയതാ ബി ഇൻറ്റു x+1. അതേപോലെ സി ഡിവൈഡ് ബൈ x+1 ഈ x+1 ക്യാൻസൽ. ഇപ്പോൾ സി ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇവിടുത്തെ ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറും ഇവിടുത്തെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ക്യാൻസലായി, x+1 ക്യാൻസലായി. അപ്പോൾ നമ്മൾ ടേം എന്ത് ബാക്കിയായി 3x+5 ഈക്വൽ ടു എ ഇൻറ്റു x² മൈനസ് 1. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് x² മൈനസ് 1 അല്ലെങ്കിൽ x² മൈനസ് 1² പ്ലസ് ബി ഇൻറ്റു എന്താണ് ഇതുവരെ എന്ത് ചെയ്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ ബി ഇൻറ്റു എക്സ് ബി എക്സ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി ഇൻറ്റു എന്താണ് ഈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ x² പ്ലസ് 1² 1 തന്നെ മൈനസ് 2x എന്ന് പറഞ്ഞിട്ടു. ഇനി എന്ത് ചെയ്യണം നമ്മൾ ഈ എൻ്റെ ഉള്ളിൽ കയറ്റണം സി യുവിൻ്റെ ഉള്ളിൽ കയറ്റണം. അപ്പോൾ 3x+5 ഇസ് ഈക്വൽ ടു ഇവരോടെ സ്റ്റെപ്പ് ചെയ്തില്ല, ഒന്നും കൂടി ഇത് കാണിച്ചാൽ അപ്പോൾ കംപ്ലീറ്റ് എല്ലാം എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ ബാക്കിയുള്ളത് ax² മൈനസ് എ പ്ലസ് ബി എക്സ് പ്ലസ് ബി പ്ലസ് CX² പ്ലസ് സി മൈനസ് 2CX. അപ്പോൾ ഈ x² ടേംസ് എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്താൽ എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യുക, കോൺസ്റ്റൻ്റ് എല്ലാം ഒരുമിച്ചിട്ട് ചെയ്താൽ. അപ്പോൾ x² കോമൺ ആയിട്ട് എന്തെല്ലാം ഉണ്ട് ഇതാ എയിൽ എക്സ് ഉണ്ട് x² ഉണ്ട്. അതേപോലെ ഇവിടെ സിയിലും എന്നുണ്ട്. അപ്പോൾ a പ്ലസ് സി ഇൻറ്റു x² കോമൺ ആയിട്ട് എടുത്ത് പിന്നെ നമ്മൾ എക്സ് എന്തിലെല്ലാം ഉണ്ട് പ്ലസ് എക്സ് ഇൻറ്റു എന്താണ് ബിയിൽ എക്സ് ഉണ്ട് പിന്നെ അതൊരു മൈനസ് 2c ഉണ്ട്. അപ്പോൾ മൈനസ് 2c ഇൻറ്റു എക്സ് അതും കോമൺ ആയിട്ട് എടുത്ത്. ഇനി കോൺസ്റ്റൻ്റ് ടേംസ് എല്ലാം ഉണ്ട് ഇത് മൈനസ് എ പ്ലസ് ബി. അപ്പോൾ എന്താ ബി മൈനസ് എ ഇത് ഇപ്പോൾ ഇങ്ങനെ ബാക്കി. ഇനിയിപ്പോൾ എന്തല്ല ഇതാ ഞാൻ കാണിച്ചു തരാം.
ഒരു പ്ലസ് സി ഉണ്ടോ ഇവിടെ? ഓക്കെ, ഒരു പ്ലസ് സി ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു പ്ലസ് സി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതാ 3x + 5 = x² ഇൻറ്റു എന്താണ് a + c നമ്മൾ ചെയ്ത പോലെ, പിന്നെ x ഇൻറ്റു b - 2c പ്ലസ് എന്താണ് -a + b + c. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ഓഫ് x², xn കോൺസ്റ്റൻറ്റ് ടേം. അപ്പോൾ എന്താ ഇവിടെ x² ടേം ഇല്ല, കാരണം 0x² ആണ്, ഇവിടെ x² ടേം ഇല്ല. അപ്പോൾ എന്താ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് എന്താണ് x² അവിടെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്, അതായത് x² കോഎഫിഷ്യൻറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യാം, നമുക്ക് a + b = 0 എന്ന്, കാരണം ഇവിടെ ഇതില്ലാത്ത സ്ഥിതിക്ക് അപ്പോൾ ഈ x² കട്ടായി പോകണ്ടേ, ഐ മീൻ അത് ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. സോ a + c = 0, a + c = 0 കിട്ടിക്കഴിഞ്ഞാൽ a = ഈ റിലേഷൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടക്കും, ഇക്വേഷൻ നമ്പർ 1. പിന്നെ 3x, അപ്പോൾ എന്താ എക്സിൻ്റെ ഒപ്പം ഉള്ളത് കോഎഫിഷ്യൻറ്റ് 3. അപ്പോൾ ഈ b - c എന്ന് പറയുന്നത് അല്ല, b - 2c എന്ന് പറയുന്നതാണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2. അടുത്തത് കോൺസ്റ്റൻറ്റ് ടേം 5, അതാണ് മറ്റേന്നാണ് കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ. അപ്പോൾ കോഎഫിഷ്യൻറ്റ് b - c പ്ലസ്, അപ്പോൾ എന്താ -a + b + c = 5. അപ്പോൾ ഇത് തേർഡ് ഇക്വേഷന്. ഒരു കാര്യം ചെയ്യുക, നമ്മൾ ഈ തേർഡ് ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ഈ എന്നെ ഒരു നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തില്ല, -c എന്ന് പറയുന്നത്, അത് ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താണ് മൈനസ് ഓൾറെഡി ഇവിടെ പുറത്തുണ്ട്, പിന്നെ എന്താണ് എന് പകരം -c, അപ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് b + c = 5. അപ്പോൾ എന്താ b + 2c = 5 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, ഇതെന്തിനാണ് കണ്ടുപിടിച്ചതാ, b - 2c = 3, b + 2c = 5. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻസ് കിട്ടി, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 4. ഇത് രണ്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 2b = 8, b = 4 എന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് c-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, c = 1/2. പിന്നെന്താ ഇതിന്ന് എന്താണ് c കിട്ടിക്കഴിഞ്ഞാൽ c-ൻ്റെ എന്താണ് നെഗറ്റീവ് ആയിരിക്കും a എന്ന് പറയുന്നത്, അപ്പോൾ -1/2. അപ്പോൾ നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഈ പറയുന്നത് ഇങ്ങനെ എന്ത് ചെയ്ത് നമ്മളെ സിമ്പിൾ ആൽജിബ്ര, അതായത് എന്താണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് 8ൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ച് ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ അതിനെ ആ ഒരു എന്താണ് ബേസിക് മാത്തമാറ്റിക്സിൻ്റെ അവിടെ യൂസ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ഇതിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, a/(x - 1) + b/(x - 1) (2) + c/(x - 1). അപ്പോൾ എന്ത് ചെയ്യുക, എ ബി സീന് ഓരോന്നിനും അതിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ -1/2 /(x - 1) പ്ലസ് 4/(x - 1) (2) പ്ലസ് 1/2 /(x + 1) dx. ഇനി എന്ത് ചെയ്യുക, ഇതിന് സിമ്പിൾ ഇൻ്റഗ്രൽ മാറി എന്തായാലും കോൺസ്റ്റൻറ്റ് ടേംസിൽ ഇൻ്റഗ്രലിൻ്റെ പുറത്തായിരിക്കും. ഇൻ്റഗ്രൽ ഓരോന്നിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും -1/2 പുറത്ത്, -1/2 ഇൻ്റഗ്രൽ 1x - 1 ഈ സിമ്പിളായിട്ട് ചെയ്യുക dx പ്ലസ് ഇത് 4 പുറത്ത്, അപ്പോൾ എന്താ 4 × ഇൻ്റഗ്രൽ 1/(x - 1) (2) ഇതും സിമ്പിളായിട്ട് ചെയ്യുക, പ്ലസ് ഈ ഹാഫ് പുറത്ത്, ഹാഫ് × ഇൻ്റഗ്രൽ 1/(x + 1) ഇത് സിമ്പിളായിട്ട് നമുക്ക് 3 ഇൻ്റഗ്രൽ ലോഗിൻ്റെ ടേംസ് തന്നെയാണെന്ന് തോന്നുന്നു വരും, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ -1/2 ഇൻറ്റു എന്താണ് 1/(x - 1) ഇൻ്റഗ്രൽ 1/x എന്ന് പറയുന്നത് log x ആണ്. അപ്പോൾ 1/(x - 1) എന്താ വരിക, log x - 1. അപ്പോൾ എന്താ log x - 1 പ്ലസ് 4 ഇൻറ്റു ഇത് 1 മൈനസ് എന്താണ് x - 1 the whole square. അപ്പോൾ ഈ x - 1 the whole square 1/(x - 1 the whole square. അപ്പോൾ എന്താ ഇത് മുകളിലേക്ക് പോകും, ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ +2 എന്നല്ല, അത് -2, x - 1 whole raised to -2. ഇപ്പോൾ 1/(x - 6) ആണെങ്കിൽ മുകളിൽ വരുന്ന സമയത്ത് എന്താ x6 ആവും. എന്താണ് ഇവിടെ ഇല്ല ആ ഒരു പവറിൻ്റെത്, അതിനെന്താ അതിൻ്റെ പറയുന്നത് ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു പവർ അല്ല അതിൻ്റെ സൈന്. ഇപ്പം നെഗറ്റീവ് ആണെങ്കിൽ മുകളിൽ കയറുന്ന സമയത്ത് പോസിറ്റീവ് ആണെങ്കിൽ മുകളിൽ കയറുന്ന സമയത്ത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആയിരുന്നു മുകളിൽ കയറുന്ന സമയത്ത് നെഗറ്റീവായി. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്ന സമയത്ത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പവർ റൂള്, അതായത് എന്താ ചെയ്യുക, അതായത് x - 1 whole raised to -2 + 1 divided by -2 + 1. ഇത് ചെയ്യുന്ന സമയത്ത് x - 1 whole raised to -1 divided by -2 + 1 എന്ന് പറയുന്നത് -1. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതാ ഈ പറയുന്ന -2 + 1 ഒരു മൈനസ് ഉണ്ടല്ലോ, -1. അപ്പോൾ -1 നമുക്ക് ഇവിടത്തേക്ക് കൊടുക്കാം. അപ്പോൾ എന്താ ഇത് ഏതായാലും മൈനസ് ആയിക്കോളും. പിന്നെ ഇതെന്തായി മാറും, നമുക്ക് ഈ x - 1 whole raised to -1 നമുക്ക് 1/(x - 1) തന്നെ പറഞ്ഞിട്ട് പിന്നെ എഴുതാം. അപ്പോൾ എന്താ അതെന്തായാലും ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, 4/(x - 1). പിന്നെ ഇതിന്ന് കിട്ടിയ മൈനസ് ഇവിടെ കൊടുത്തിട്ടുമുണ്ട്, പ്ലസ് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ x + 1. അപ്പോൾ എന്താ log x + 1 + c. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെങ്ങനെ എഴുതിയെന്നില്ല. അപ്പോൾ എന്താ ഇവിടെ നമുക്കൊരു ഹാഫ് എന്തുണ്ട്, നമുക്ക് ഇതിൽ ഹാഫ് ഇതൊന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അത് ഞാൻ വേണ്ടി കാണിച്ചു തരാം, മൈനസ് അല്ല. അപ്പോൾ ഹാഫ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഹാഫ് ഇത് ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്. അപ്പോൾ ഹാഫ് പുറത്തെടുക്കുമ്പോൾ ഈ log x + 1 ആദ്യം എഴുതുക, log x + 1 മൈനസ്, കാരണം ഇത് മൈനസ് ആണല്ലോ, -log x - 1. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുക,
നമ്മൾ ലോഗാരിതത്തിന് ഒരു പ്രോപ്പർട്ടി ആയത് ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി. അങ്ങനെയാണ് ഈ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെയാണ് മാറ്റി എഴുതുക. ഹാഫ് കോമൺ ആയിട്ട് പുറത്തില്ല, അതാണ് ലോഗ് ഓഫ് എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ. ഇത് ലോഗാറിതമിക് പ്രോപ്പർട്ടിയാണ്, ഇത് ഇൻ്റഗ്രേഷൻ ഒന്നല്ല, ലോഗാറിതമിൻ്റെ പ്രോപ്പർട്ടി അറിയണം. അപ്പോൾ എന്താ ഹാഫ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ മൈനസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച 4 ഡിവൈഡഡ് ബൈ എന്താണ് എക്സ് മൈനസ് വൺ പ്ലസ് സി. യെസ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് എനിക്ക് കുറച്ചും കൂടി എന്ന് പറയേണ്ടത് ഒരു ട്രിക്കി ആയിട്ട് തോന്നി. ഇത് കുറേ ഇതുപോലത്തെ എനിക്ക് വേണമെങ്കിൽ ഇത് ഡിസ്കസ് ചെയ്യുക. പക്ഷേ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം എനിക്കിത് കുറച്ചൊരു ടഫായിട്ട് തോന്നിയോണ്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ എന്താണ് ഈ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഇത് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യം, നല്ല പണിയുണ്ട് ഇത് ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി എളുപ്പമില്ല രൂപത്തിലേക്ക് ആക്കി മാറ്റി എയും ബിയും സിയിലെ കണ്ടുപിടിച്ച് എയും ബി സിന് പകരം എന്ത് ചെയ്യുക, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 1/(x-1) എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ ലോഗ് x-1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എന്താ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. അതാണ് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റൻസ്. അതായത് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഉദ്ദേശം തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എന്ത് ചെയ്യുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ എന്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.